രാജസ്ഥാനിൽ രാജ്സമണ്ട് ജില്ലയിലെ ഒരു ഗ്രാമമാണ് പിപ്ലാന്ത്രി. ഓരോ പെൺകുട്ടിയുടെ ജനനവും ആഘോഷമാണ് ഗ്രാമവാസികൾക്ക്. ഓരോ പെൺകുട്ടി ജനിക്കുമ്പോഴും 111 ഫലവൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുക എന്നത് ഒരു നിയമമാക്കിയിരിക്കുകയാണ് ഗ്രാമവാസികൾ. കൂടാതെ എല്ലാ വർഷവും ഓഗസ്റ്റ് മാസത്തിൽ കഴിഞ്ഞ 12 മാസങ്ങളിൽ ജനിച്ച പെൺകുട്ടികൾക്ക് വേണ്ടി ചെടികൾ നട്ട് വൃക്ഷോത്സവവും കൊണ്ടാടുന്നുണ്ട്. സ്ത്രീധന സമ്പ്രദായം മാതാപിതാക്കൾക്കുണ്ടാക്കുന്ന സാമ്പത്തിക ബാധ്യത, സ്ത്രീജന്മങ്ങളെ മുളയിലെ നുള്ളിക്കളയുന്ന സാമൂഹിക അപരാധത്തിന് ഒരു മറുപടി കൂടിയാണ് പിപ്ലാന്ത്രിയിലെ പെൺകുട്ടികൾ. ഓരോ പെൺകുട്ടി ജനിക്കുമ്പോഴും ഗ്രാമവാസികൾ സംഭാവന ചെയ്യുന്ന 21,000 രൂപയും മാതാപിതാക്കളിൽ നിന്ന് ശേഖരിക്കുന്ന 10,000 രൂപയും ചേർത്ത് പെൺകുട്ടികൾക്ക് 20 വയസ്സാകുന്നതുവരെ സ്ഥിര നിക്ഷേപമായി നീക്കിവെക്കും. 20 വയസ്സിന് മുൻപ് ഇത് പിൻവലിക്കില്ലെന്നും പെൺകുട്ടിക്ക് വിദ്യാഭ്യാസം നൽകുമെന്നും ശൈശവ വിവാഹം നടത്തില്ലെന്നും മാതാപിതാക്കൾ സമ്മതപത്രം ഒപ്പിട്ടുകൊടുക്കും. ഓരോ പെൺകുഞ്ഞ് ജനിക്കുമ്പോഴും അത് ഐശ്വര്യദേവതയായ മഹാലക്ഷ്മിയുടെ വരവായി കരുതി സന്തോഷപൂർവ്വം വരവേൽക്കുകയാണ് പിപ്ലാന്ത്രി നിവാസികൾ. 2006 ഗ്രാമമുഖ്യനായിരുന്ന ശ്യാം സുന്ദർ പാലിവാൽ 17-ാം വയസ്സിൽ മരിച്ചുപോയ തൻ്റെ മകൾ കിരണിൻ്റെ ഓർമ്മയ്ക്കായി തൻ്റെ സങ്കടങ്ങളെ വഴിതിരിച്ചുവിട്ട് മരങ്ങൾ നട്ടുപിടിപ്പിച്ചുകൊണ്ടാണ് ഈ ശ്രമത്തിന് തുടക്കം കുറിച്ചത്. ഇപ്പോൾ അത് കിരൺ നിധി യോജന എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇന്നിപ്പോൾ പിപ്ലാന്ത്രി 1000 ഹെക്ടർ ഭൂമിയിൽ 3.5 ലക്ഷത്തിലധികം ഫലവൃക്ഷങ്ങളുടെ പച്ചപ്പുമായി നിൽക്കുന്നു. ഫലവൃക്ഷങ്ങൾക്ക് ചുറ്റും കറ്റാർവാഴ തുടങ്ങിയ ഔഷധച്ചെടികളും നട്ടുവളർത്തുന്നു. ഔഷധച്ചെടികളിൽ നിന്നും വാണിജ്യാടിസ്ഥാനത്തിൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിൽക്കുകയും ചെയ്യുന്നു. രാജസ്ഥാനിൽ ഒരു ഭാഗത്ത് മരുഭൂമിയാണെങ്കിൽ മറ്റൊരു ഭാഗത്ത് പിപ്ലാന്ത്രി പച്ചപ്പണിഞ്ഞു നിൽക്കുന്നു. ഈ പച്ചപ്പിൻ്റെ ഫലമായി അവിടുത്തെ ഭൂഗർഭ ജലനിരപ്പും ഉയർന്നു നിൽക്കുന്നു. ഭാരതത്തിൻ്റെ പല ഭാഗത്തും പെൺകുട്ടികൾ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്ന വാർത്തകൾ അനുദിനമെന്നോണം വന്നുകൊണ്ടിരിക്കുമ്പോഴും പിപ്ലാന്ത്രി തലയുയർത്തിപ്പിടിച്ചു തന്നെ നിൽക്കുന്നു. പിപ്ലാന്ത്രിയിലെ പെൺകുഞ്ഞുങ്ങൾക്കും അവർക്കായി ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ച് പരിപാലിക്കുന്ന ഗ്രാമവാസികൾക്കും നമുക്ക് നന്മകൾ നേരാം. ഈ പെൺകുഞ്ഞുങ്ങളും അവർക്ക് വേണ്ടി നട്ടുപിടിപ്പിച്ച പച്ചപ്പുകളും വളർന്ന് ഈ ലോകത്തിന് തന്നെ അഭിമാനകരമായി തീരട്ടെ.